മഴ പെയ്തു തോർന്ന ഒരു ചിങ്ങമാസത്തിലെ പുലർച്ചയിലാണ് വാസുദേവന്റെയും പാർവതിയുടെയും രണ്ടാമത്തെ മകളായി വൈദേഹി ജനിച്ചത്. മൂത്ത മകൻ വൈഷ്ണവിനും ഇളയ മകൾ വൈഭവിക്കും ഇടയിൽ അവൾ എപ്പോഴും ഒരു നടുക്കഷ്ണമായി ഒതുങ്ങിപ്പോയി. വാസുദേവന് ആൺമകനായ വൈഷ്ണവിനോടായിരുന്നു താല്പര്യം. പാർവതിക്കാവട്ടെ വീട്ടുജോലികളിൽ ഒട്ടും സഹായിക്കാത്ത, എപ്പോഴും അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഇളയ മകൾ വൈഭവിയോടും. ഇതിനിടയിൽ പാവം വൈദേഹി പലപ്പോഴും അവഗണിക്കപ്പെട്ടുപോയി. കുഞ്ഞുനാൾ മുതൽക്ക് വീട്ടിൽ എല്ലാ ജോലികളും ചെയ്യുന്നത് വൈദേഹിയായിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്നു വൈദേഹി. ഏട്ടനും അനിയത്തിക്കും പുതിയ വസ്ത്രങ്ങളും പലഹാരങ്ങളും വാങ്ങിക്കൊടുക്കുമ്പോൾ വൈദേഹിക്ക് അവശേഷിക്കുന്നത് മാത്രമാണ് ലഭിച്ചിരുന്നത്. നീ രണ്ടാമത്തവളല്ലേ, അനിയത്തിക്ക് കൊടുക്ക്, ഏട്ടനെ ബഹുമാനിക്ക് എന്ന വാചകങ്ങൾക്കിടയിൽ അവളുടെ ബാല്യവും കൗമാരവും ഹോമിക്കപ്പെട്ടു. മനസ്സ് നിറയെ സങ്കടങ്ങൾ കൂടുകൂട്ടുമ്പോഴും വരും കാലം ശരിയാകുമെന്ന പ്രതീക്ഷയിൽ അവൾ ജീവിച്ചു. എന്നാൽ പ്രായം തികഞ്ഞപ്പോൾ അവൾ വീട്ടുകാർക്കൊരു ബാധ്യതയായി മാറി. ഒടുവിൽ സുഹൃത്തുക്കൾ വഴി വന്ന ശ്രീഹരി എന്ന ആലോചന അവർ ഉറപ്പിച്ചു. ഒരു ചെറിയ സർക്കാർ ജീവനക്കാരായിരുന്നു ശ്രീഹരി. വിവാഹാലോചന വേളയിൽ ശാന്തനും സ്നേഹനിധിയുമായി അഭിനയിക്കാൻ ശ്രീഹരിക്ക് കഴിഞ്ഞു. സ്വന്തം വീട്ടിലെ അവഗണനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു തുരുത്തായിരിക്കും ശ്രീഹരി എന്ന് വൈദേഹി വിചാരിച്ചു. അങ്ങനെ കണ്ണീരോടെയാണെങ്കിലും മനസ്സിൽ പുതിയൊരു ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയോടെ അവൾ ശ്രീഹരിയുടെ കൈപിടിച്ച് ആ വീട്ടിൽ നിന്നിറങ്ങി. എന്നാൽ വിധി അവൾക്കായി കരുതി വെച്ചത് മറ്റൊരു ദുരന്തമായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കകം തന്നെ ശ്രീഹരിയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. കടുത്ത മദ്യപാനിയും സംശയരോഗിയുമായിരുന്നു അവൻ. വൈദേഹി ആരോടെങ്കിലും സംസാരിക്കുന്നത് പോലും അവന് ഇഷ്ടമായിരുന്നില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങളാണ് അവൾക്ക് നേരിടേണ്ടി വന്നത്. ശ്രീഹരിയുടെ ക്രൂരതകളിൽ വൈദേഹിയുടെ ജീവിതം നരകതുല്യമായി. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും കെട്ടിച്ചയച്ച പെണ്ണാണ്, അവിടെ എങ്ങനെങ്കിലും ഒതുങ്ങിക്കൂടണം എന്ന് പറഞ്ഞ് വാസുദേവനും പാർവതിയും അവളെ കൈവിട്ടു. ഏട്ടൻ വൈഷ്ണവും അനിയത്തി വൈഭവിയും തങ്ങളുടെ സ്വന്തം ജീവിതവുമായി മുന്നോട്ട് പോയപ്പോൾ വൈദേഹി തികച്ചും ഒറ്റപ്പെട്ടു പോയി. അവഗണനകളുടെയും പീഡനങ്ങളുടെയും കനൽ വഴിയിലൂടെ നടക്കുമ്പോഴും വൈദേഹിയുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ ഒരു കുഞ്ഞു പ്രകാശം കടന്നു വന്നു. അവൾക്കൊരു പെൺകുഞ്ഞു ജനിച്ചു. അവൾ അതിന് വൈഷ്ണവി എന്ന് പേരിട്ടു. കുഞ്ഞു പിറന്നതോടെ ശ്രീഹരിയുടെ ക്രൂരതകൾക്ക് അല്പം ശമനമുണ്ടായെങ്കിലും അവളോടും കുഞ്ഞിനോടും അയാളുടെ അവഗണന തുടർന്നുകൊണ്ടിരുന്നു. രാവിലെ ശ്രീഹരി ജോലിക്ക് പോയാൽ ആ വീട്ടിൽ കുഞ്ഞു വൈഷ്ണവിയും വൈദേഹിയും മാത്രമായി ഒറ്റപ്പെടും. വൈകിട്ട് ജോലി കഴിഞ്ഞു വരുന്ന ശ്രീഹരി അവരോട് ഒരു അക്ഷരം പോലും മിണ്ടാതെ നേരെ ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഒന്നും മിണ്ടാതെ ജോലിക്ക് പോകും. ആ വീട്ടിൽ തനിക്കായി കാത്തിരിക്കുന്ന, തൻ്റെ സ്നേഹവും കരുതലും ആഗ്രഹിക്കുന്ന രണ്ട് ആത്മാക്കൾ ഉണ്ടെന്ന കാര്യം അയാൾ പൂർണ്ണമായി മറന്നുപോയിരുന്നു. ഒരു യന്ത്രത്തെ പോലെ ആയിരുന്നു അയാളുടെ ജീവിതം. എങ്കിലും മകൾക്ക് വേണ്ടിയും എന്നെങ്കിലും ശ്രീഹരി മാറുമെന്ന പ്രതീക്ഷയിലും വൈദേഹി എല്ലാം സഹിച്ചു. എന്നാൽ വിധി വീണ്ടും ഒരു കൊടുങ്കാറ്റായി ആ കുടുംബത്തിലേക്ക് വീശി പടർന്നു. പെട്ടെന്നൊരു ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങും വഴി ശ്രീഹരിക്ക് ക്രൂരമായൊരു റോഡപകടമുണ്ടായി. തലച്ചോറിനും സുഷുമ്നാ നാഡിക്കും കടുത്ത പരിക്കേറ്റ അയാൾ പൂർണ്ണമായും കിടപ്പിലായി. സംസാരിക്കാനോ സ്വയം ചലിക്കാനോ കഴിയാത്ത അവസ്ഥ. ശ്രീഹരിയുടെ ചികിത്സാ ചെലവുകളും കുഞ്ഞിന്റെ കാര്യങ്ങളും വീട്ടിലെ ചെലവും ഒന്നിച്ചു വന്നതോടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. അതുവരെ അയാളെ താങ്ങി നടന്ന സ്വന്തം ബന്ധുക്കൾ പോലും പതുക്കെ കൈയൊഴിഞ്ഞു തുടങ്ങി. ആ സാഹചര്യത്തിൽ കരഞ്ഞു തളർന്നു വീഴാനല്ല വൈദേഹി തീരുമാനിച്ചത്. തന്നെയും കുഞ്ഞിനെയും പുഴുക്കളെ പോലെ കണ്ട ഭർത്താവിനെ വഴിയിൽ ഉപേക്ഷിക്കാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. അവൾ ആ കുടുംബത്തിന്റെ ചുമതല പൂർണ്ണമായും സ്വന്തം കൈകളിൽ എടുത്തു. വലിയൊരു ജോലിക്കായി കാത്തിരിക്കാൻ അവളുടെ മുന്നിൽ സമയമുണ്ടായിരുന്നില്ല. കയ്യിൽ പണമില്ല. മരുന്നിനും കുഞ്ഞിന്റെ ആഹാരത്തിനുമായി ദിവസേന വലിയ തുക വേണം. ഒടുവിൽ അഭിമാനക്ഷതം വിചാരിക്കാതെ അവൾ പല വീടുകളിൽ വീട്ടുജോലിക്ക് പോകാൻ തീരുമാനിച്ചു. രാപ്പകലില്ലാതെ അവൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഓടുമ്പോഴും അവളുടെ മനസ്സ് വീട്ടിലെ രണ്ട് ജീവനുകളിലായിരുന്നു. കുഞ്ഞിനെ നോക്കുന്നതിനൊപ്പം കിടപ്പിലായ ഭർത്താവിന് കൃത്യസമയത്ത് മരുന്നും ഭക്ഷണവും നൽകി. ഡോക്ടർ പറഞ്ഞു കൊടുത്ത ഫിസിയോതെറാപ്പി സ്വന്തമായി പഠിച്ച് അവൾ അയാളെ ചെയ്യിപ്പിച്ചു കൊണ്ടിരുന്നു. ഈ വിശ്രമമില്ലാത്ത പോരാട്ടത്തിനിടയിൽ സ്വന്തം ഉറക്കവും സന്തോഷങ്ങളും ആഹാരം പോലും അവൾ ആ കുടുംബത്തിനായി ബലി നൽകി. അങ്ങനെ ഇരിക്കെയാണ് അവൾ സ്ഥിരമായി ജോലി ചെയ്തിരുന്ന ഒരു വീട്ടിലെ
സുമ എന്ന സ്ത്രീ അവളുടെ അസാധാരണമായ അധ്വാനം ശ്രദ്ധിക്കുന്നത്. മറ്റു ജോലിക്കാരിൽ നിന്നും വ്യത്യസ്തമായി വൈദേഹിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലുമുള്ള ഒരു പ്രത്യേക ഗാംഭീര്യവും കഴിവും അവർ തിരിച്ചറിഞ്ഞു. ഒരു ദിവസം വൈദേഹി ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് സുമ അവളെ അരികിലേക്ക് വിളിച്ചു. അവളുടെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും ഭർത്താവിന്റെ അവസ്ഥയെക്കുറിച്ചും സുമ സ്നേഹത്തോടെ തിരക്കി. സംസാരത്തിനിടയിലാണ് സുമ അവളുടെ ഈ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് ചോദിക്കുന്നത്. കുട്ടിക്കാലത്ത് വീട്ടിൽ അവഗണിച്ചിട്ടും കഷ്ടപ്പെട്ട ബിരുദം വരെ പഠിച്ച് പാസ്സായ വിവരവും തുടർന്ന് ജീവിത സാഹചര്യങ്ങൾ കാരണം പഠനം നിന്നുപോയ കാര്യവും വൈദേഹി സങ്കടത്തോടെ അവരോട് പങ്കുവച്ചു. ഒരു ബിരുദധാരിയായ പെൺകുട്ടി കുടുംബം പുലർത്താൻ വേണ്ടി മാത്രം ഈ ചെറിയ പ്രായത്തിൽ വീട്ടുജോലിക്ക് നടക്കുന്നത് സുമയുടെ മനസ്സിനെ വല്ലാതെ നോവിപ്പിച്ചു. അവർ ഉടൻ തന്നെ തൻ്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് വൈദേഹിയുടെ പേര് റെക്കമെൻഡ് ചെയ്തു. അവർക്ക് അനുയോജ്യമായ ഒരു ജോലി നൽകണമെന്ന് സുഹൃത്തിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ സുമയുടെ സഹായത്തോടെ വൈദേഹിക്ക് ആ കമ്പനിയിൽ ജോലി ലഭിച്ചു. തുടക്കത്തിൽ വളരെ ചെറിയൊരു ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റാണ് അവൾക്ക് ലഭിച്ചതെങ്കിലും കിട്ടിയ അവസരം അവൾ പാഴാക്കിയില്ല. വീട്ടുജോലി ചെയ്തിരുന്ന അതേ ആത്മവിശ്വാസത്തോടെയും അതിനേക്കാൾ വലിയ മിടുക്കോടെയും അവൾ ഓഫീസിലെ കാര്യങ്ങൾ പഠിച്ചെടുത്തു. ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിലും പ്രൊജക്റ്റുകൾ കൃത്യസമയത്ത് തീർക്കുന്നതിലും അവൾ കാണിച്ച കൃത്യത മേലധികാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. വർഷങ്ങൾ കടന്നുപോയി. വൈദേഹിയുടെ കഠിനാധ്വാനവും അർപ്പണബോധവും കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്തു. ഒപ്പം ഓരോ പ്രമോഷനുകളായി അവളെ തേടിയെത്തി. ഒടുവിൽ ഒരു കാലത്ത് അതേ കമ്പനിയുടെ താഴെ തട്ടിൽ ജോലിക്ക് കയറിയ വൈദേഹി തന്റെ കഴിവും അറിവും കൊണ്ട് ആ കമ്പനിയുടെ ഏറ്റവും ഉയർന്ന പദവിയിൽ. ഈ വലിയ വിജയത്തിനിടയിലും തനിക്ക് തണലായ സുമയെയും തന്റെ കുടുംബത്തെയും അവൾ മറന്നില്ല. വൈദേഹിയുടെ വലിയ ശമ്പളം കൊണ്ട് ശ്രീഹരിക്ക് ലോകോത്തര നിലവാരമുള്ള ചികിത്സ ലഭ്യമാക്കാൻ കഴിഞ്ഞു. ഓർമ്മകളും സംസാരശേഷിയും അയാൾക്ക് തിരികെ ലഭിച്ചു. താൻ കിടപ്പിലായപ്പോൾ തന്നെ ഉപേക്ഷിച്ചു പോയ സ്വന്തക്കാരെയും എന്നാൽ താൻ ക്രൂരമായി പീഡിപ്പിച്ചിട്ടും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ വൈദേഹിയെയും അയാൾ തിരിച്ചറിഞ്ഞു. ഒരു വൈകുന്നേരം മകൾ വൈഷ്ണവിയെ മടിയിലിരുത്തി കളിപ്പിച്ചുകൊണ്ടിരുന്ന വൈദേഹിയുടെ അരികിലേക്ക് ശ്രീഹരി പതുക്കെ നടന്നെത്തി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈദേഹിയുടെ കൈകൾ ചേർത്ത് പിടിച്ച ആ കാലുകളിൽ വീണ് കരഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം വൈദേഹി. നിങ്ങളെ രണ്ടുപേരെയും കാണാതെ പോയ ഈ കണ്ണുകൾക്ക് വിധി തന്ന ശിക്ഷയായിരുന്നു ആ അപകടം. നീ എന്നെ കൈവിട്ടില്ലല്ലോ, എനിക്ക് മാപ്പ് തരണം. ശ്രീഹരിയുടെ കണ്ണീരൊപ്പിയ വൈദേഹി അയാളെ ചേർത്ത് പിടിച്ചു. ബാല്യത്തിലെ അവഗണനകളും ജീവിതത്തിലെ ദുരിതങ്ങളും അവളെ തളർത്തിയില്ല. പകരം സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും ഒരു കുടുംബത്തെ മുഴുവൻ തിരികെ പിടിച്ച ജേതാവായി അവൾ മാറി. ആൺമകൻ എന്ന് പറഞ്ഞ് വാസുദേവൻ അമിതമായി ലാളിച്ചും സ്നേഹിച്ചും വളർത്തിയ മൂത്ത മകൻ വൈഷ്ണവ് ഒരു ഉത്തരവാദിത്തമില്ലാത്തവനായി മാറി. പണത്തോടുള്ള ആർത്തി മൂത്ത് അവൻ പല തെറ്റായ ബിസിനസ്സുകളിലും ചെന്ന് ചാടി. ഒടുവിൽ വൻ തുകകളുടെ കടബാധ്യതകൾ വരുത്തിവെച്ച് സ്വന്തം മാതാപിതാക്കളെ കടക്കാരുടെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്ത് അവൻ എങ്ങോട്ടോ ഒളിച്ചോടി. അമ്മ പാർവതിയുടെ പുന്നാര മകളായ ഇളയ മകൾ വൈഭവി ആകട്ടെ സൗന്ദര്യത്തിലും ആർഭാടത്തിലും മാത്രം വിശ്വസിച്ച് ഒരു ധൂർത്തനെയാണ് വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അവളുടെ ഭർത്താവിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. സാമ്പത്തികമെല്ലാം ധൂർത്തടിച്ച് തീർത്ത അവൻ വൈഭവിയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. സ്വന്തം ജീവിതം തകർന്ന് കണ്ണീരുമായി നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. പ്രായത്തിന്റെ അസ്വസ്ഥതകളും അസുഖങ്ങളും വാസുദേവനെയും പാർവതിയെയും തളർത്തിയിരുന്നു. അതിനൊപ്പം സ്വന്തം മകൻ വരുത്തിവെച്ച കടങ്ങൾ കാരണം ജപ്തി ഭീഷണിയിലായ സ്വന്തം വീടും. നോക്കാനോ ആഹാരം തരാനോ ആരുമില്ലാതെ തങ്ങൾ അരുമയോടെ വളർത്തിയ മക്കൾ രണ്ടും കൈവിട്ടു പോയപ്പോൾ ആ വൃദ്ധ ദമ്പതികൾ തെരുവിന്റെ അരികിലേക്ക് തള്ളപ്പെട്ടു. തങ്ങൾ ജീവനറ്റവളെ പോലെ ഇറക്കിവിട്ട രണ്ടാമത്തെ മകൾ വൈദേഹിയെ ഓർക്കാൻ പോലും അവർക്ക് അർഹതയുണ്ടായിരുന്നില്ല. തൻ്റെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് വൈദേഹി അറിഞ്ഞു. അവൾ വിചാരിച്ചിരുന്നെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യാമായിരുന്നു. അന്ന് നിങ്ങൾ എന്നോട് ചെയ്തതിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി പരിഹസിക്കാമായിരുന്നു. എന്നാൽ വൈദേഹി പ്രതികാരം ചെയ്യാൻ പോയില്ല. കാരണം കുട്ടിക്കാലത്തെ കഷ്ടപ്പാടുകൾ അവളുടെ മനസ്സിന് നൽകിയത് ക്രൂരതയല്ല, മറിച്ച് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനുള്ള വലിയൊരു ഹൃദയമാണ്. തൻ്റെ ഭർത്താവ് ശ്രീഹരിയോടും കുഞ്ഞു വൈഷ്ണവിയോടുമൊപ്പം അവൾ നേരെ മാതാപിതാക്കളുടെ അരികിലേക്ക് ചെന്നു. ഒരു വാക്കുപോലും കുറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് പിടിച്ച് തൻ്റെ മനോഹരമായ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇന്ന് വൈദേഹിയുടെ വീട്ടിലെ ഒരു മുറിയിൽ വാസുദേവനും പാർവതിയും കഴിയുന്നുണ്ട്.
മകൾ തങ്ങൾക്ക് നൽകുന്ന സ്നേഹവും ആദരവും കാണുമ്പോൾ അവരുടെ ഉള്ളു പൊള്ളും. അവൾക്ക് നേരെ നോക്കാനോ തലയുയർത്തി സംസാരിക്കാനോ ഇന്നും ആ മാതാപിതാക്കൾക്ക് ഭയമാണ്. ആ ഭയവും ബഹുമാനവും കൊണ്ട് ഒപ്പം തങ്ങൾ ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള കടുത്ത കുറ്റബോധവും അവർക്കുണ്ട്. കുട്ടിക്കാലത്ത് അവഗണനകളുടെ നടുക്കഷ്ണമായി ജീവിച്ച വൈദേഹി ഇന്ന് ആ കുടുംബത്തിൻ്റെ മാത്രമല്ല, അവളെ അറിയുന്ന എല്ലാവരുടെയും മനസ്സിൻ്റെ ഐശ്വര്യമാണ്. വിധി അവളെ പലതവണ തോൽപ്പിക്കാൻ നോക്കി. പക്ഷെ സ്നേഹവും ക്ഷമയും കൈമുതലാക്കി അവൾ വിധിയെ തന്നെ മാറ്റിമറിച്ചു. കല്ലുപാകിയ വഴിയിലൂടെ നടന്നു നീങ്ങിയ ആ പെൺകുട്ടി ഇന്ന് കൊടുങ്കാറ്റുകളെ അതിജീവിച്ച കനലായി മാറി. എല്ലാവർക്കും തണലേകുന്ന വൻമരമായി തലയുയർത്തി നിൽക്കുന്നു.